ഇതുവരെയും ഞാനും നിങ്ങളും കേൾക്കാത്തൊരു പാട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങടും മറ്റൊരാൾ പാടി കേൾക്കും ഞാൻ വിശ്വസിക്കാത്തൊരു പാട്ട്. ആ പാട്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറന്നു വന്നൊരു പാട്ടാണ്. ആമിന ബീവി പ്രസവിക്കണം സ്വർഗഹുറാനിങ്ങളെ നടുവിലേക്ക്. അതിലേക്ക് ഇയാള് ഈ റസൂലുള്ള വരുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്തുണ്ട്. അത് കൂടാതെ അള്ളാഹുവിന് നമ്മളെ നബിക്ക് ഉമ്മത്തികൾക്ക് ദുആയിരുന്നുണ്ട്. പിന്നെ മൂപ്പര് വരുന്നത് എല്ലാ ആൺകുട്ടികൾക്കൊക്കെ ലോകത്ത് വന്നിട്ടാണ് സുന്നത്ത് കഴിക്കുന്നത്. മൂപ്പരെ സുന്നത്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചാണ് അള്ളാഹു ഇട്ടേക്കണം, കഴിച്ചിട്ടാണ്. അതിന് ഖത്താനായിട്ട് ഉലിന്താ നബി എന്നാണ്, അത് സുന്നത്ത് കഴിഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഉള്ള പിന്നെ ഇങ്ങനെ പരിശോടെ വിരലൊക്കെ മുറിച്ചാണ് നബിനെ പറഞ്ഞയച്ചേ. സ്വർഗഹുറാനിങ്ങളെ നടുവിലേക്കാണ് ഈ വന്നേക്കണം. അപ്പൊ സുറുമ കണ്ണില് നഗര് മുറിച്ച് സുറുമ എഴുതി അത്തറ് പൂശി അതും കഴിഞ്ഞിട്ട് കസ്തൂരി അമ്പറ് വീശി ഇതെല്ലാം കഴിഞ്ഞാണ് റസൂലുള്ള വന്നത്. പിന്നെ റസൂലുള്ളാനെ അള്ളാഹു കൊണ്ടുപോയി, മെഹ്റാജ് കൊണ്ടുപോയി. ആ കുണ്ടോക്ക് പോയി മദ്രസ പഠിച്ചിരുന്നു ഇതുപോലെ അന്ന് കേട്ടിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് അള്ളാഹിന്റെ അടുക്ക ചെന്ന് വ്യസനത്തോടെ നിസ്കാരം 5 വഖത്ത് അള്ളാഹു കൊടുത്ത് അതും കൊണ്ട് പോന്ന്. അതും കൊണ്ട് വരണ വയ്ക്ക് 6 ആകാശത്ത് ഇത്രയും കൊണ്ടുപോയാൽ നബിന്റെ ഉമ്മത്തിന് താങ്ങൂല. അതുകൊണ്ട് ചെന്ന് അള്ളാഹുവിനോട് പറയണം ഇത്രയും വേണ്ട, ഇത് കുറച്ചായിരുന്നു. അങ്ങനെ പോയിട്ട് കുറച്ചത് 5 അപ്പോഴും പിന്നെ 45 ഉണ്ട്. എന്നിട്ട് മൂസാ നബി അങ്ങനെ 2-3 പ്രാവശ്യം അയച്ചിട്ട് മൂപ്പർക്ക് ബെസനായി, അള്ളാഹ് വെറുക്കൂലെന്നും പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പോയി പോന്നപ്പോ അള്ളാഹു പറഞ്ഞ് 50 വഖത്തിന്റെ പ്രതിഫലത്തോടെ 5 വഖത്തിലാക്കി വിട്ടേക്കണം എന്നും പറഞ്ഞ് അള്ളാഹു വിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് 2 വരി നല്ല പാട്ട് ഇതാ പാടുള്ളൂ. പാട് കേക്കട്ടെ. കൂറപ്പെട്ട ഖുറാനിങ്ങൾ നടുവില് നബി, പെരിയോനില് സുജൂദായി പിറന്ന നബി, കസ്തൂരി മണം വീശി മണത്ത നബി, പരിശോട് വിരല് മുറിത്ത നബി, രസനിത്ത് നമസഞ്ചിൽ അടക്കി നബി, സുഹൃത്തെല്ലാം സൂറുമായി താഴിനു നബി, കസ്തൂരി മണം വീശി മണർത്ത നബി, ഇറയോനെ മറ നീങ്ങി നളർത്ത നബി, നബി മന്നർ പിറന്നെന്ന് കൂഫർ ചൊല്ലുന്നു, രണ്ടായിട്ടൊരു കൂട്ടർ പറഞ്ഞു നിൽക്കും, ലൗമത്തിലമായിട്ടിട്ടൊരു കൂട്ടോമേ, വഴിന്നൊളിവില് വന്നു തീത്താ നബി മന്നർ പിറന്നെന്ന് കൂഫർ ചൊല്ലുന്നു, ഇബാദത്തിനായി താങ്ങിച്ചാമൈ തിരുന്തേ യും ലതാബാദൽ പൊളിഞ്ഞി വീണെല്ലാം തലകുത്തി മറിഞ്ഞി പോയി, മൻകൂഫർ അടങ്കലും മലൈഹി, നാണക്കേടാനേകം വന്നൊടുങ്ങിപ്പോയി, നാദാവർ ചിലരെല്ലാം അടങ്ങിപ്പോയി. ഉടനെ വിളിക്കുന്നു അറിവാളനോടം വന്ന് പറഞ്ഞിടുന്നു, കുറിത്തോതി മറിത്തോതി തിരിത്ത് ചെന്നാൾ ഹൈറായിട്ടറിവാളൻ കുഫറുകളോട്, അറിഞ്ഞുങ്ങൾ തുറമക്കത്തൊരു തീ പറ്റാൾ, ദിനം തിങ്കൾ നൽ റബിയുൽ അവ്വൽ. മാഷാ അല്ലാഹ്. അപ്പൊ സത്യം നമ്മളെ കരുപ്പെടുന്നടാ മുത്താണ്, എക്കാലത്തെയും മുത്താണ്. പാട്ട് നിങ്ങൾ ആരും തപസിരുന്നാ കിട്ടൂല, ഇനി കിട്ടാനും പോണില്ല. പക്ഷെ ഇതുപോലെ ആർക്കും പാടാനും പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് പഴയകാല ഒരു ഗായിക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. വയസ്സ് എത്രയായി? 88. അൽഹംദുലില്ലാ 88 അല്ലേ? അതുള്ള പല്ലൂല്ല, കണ്ണും കണ്ടൂടാ, ചെവിയും കേട്ടു, അതൊന്നുമില്ല. 88 ഇപ്പൊ പടച്ചോനൊരു ഇതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി നമ്മ നല്ലൊരു പാട്ട് വേറെ ഉണ്ടോ? നാടൻ പാട്ട് നമ്മളെ ഇഷ്ടം പോലെ. ഓക്കെ, ഇത് മതി. ഓക്കെ, ഉഷാറായി. ഇനി ഇതിൽ വരുമ്പോ ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സൗകര്യത്തിന് പാടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യാം. കരുപ്പെടുന്നട മുത്ത് തന്നെയാണ്, അതിന് ഞാൻ പറഞ്ഞത്. ഓക്കെ, വളരെയധികം സന്തോഷം.